എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓണസദ്യയിലെ ഒരു സ്പെഷ്യൽ ഐറ്റമായ ഓലൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ നമ്മൾ കുമ്പളങ്ങ ഉപയോഗിച്ചിട്ടാണ് ഓലൻ ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ചൊരക്ക ഉപയോഗിച്ചിട്ടുള്ള ഓലനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുമ്പളങ്ങ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഓലനേക്കാൾ വളരെയധികം ടേസ്റ്റ് കൂടുതലാണ് ചുരക്ക ഉപയോഗിച്ചിട്ടുള്ള ഓലന്. ഇതിനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓലൻ ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് കുറച്ച് വൻപയർ തലേദിവസം തന്നെ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെക്കണം. ഏകദേശം 1/4 കപ്പ് വൻപയറാണ് ഞാനിവിടെ കുതിർക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഓലൻ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം തന്നെ തേങ്ങയുടെ പാലെടുത്ത് വെക്കാം. 1 മുറി തേങ്ങയുടെ പാലാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. 3 തരത്തിലുള്ള പാലാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഓലൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഷേപ്പിലുള്ള ഒരു ചുരക്കായാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ 1/4 ഭാഗം മുറിച്ചെടുക്കുന്നുണ്ട്. ഈ സമയം തന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന വൻപയറും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. കുമ്പളങ്ങയാണെങ്കിലും ചൊരക്കായാണെങ്കിലും ഈ ഒരു ഷേപ്പിൽ വേണം ഓലന് വേണ്ടിയിട്ട് മുറിച്ചെടുക്കാൻ. 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. വേവിക്കുന്നതിന് വേണ്ടി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിലേക്ക് 3-ാം പാലും 2-ാം പാലിൻ്റെ പകുതിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരിക്കലും കട്ടിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കരുത്. ഏറ്റവും കനം കുറഞ്ഞ പാൽ വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെക്കാം. ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ സ്റ്റൗവിൻ്റെ തീ കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത്. ചേരുവകളെല്ലാം കൂടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയൊന്ന് തീ കുറച്ചിടാം. വളരെ കുറച്ച് സമയം മാത്രമേ ചൊരയ്ക്ക വേകാൻ വേണ്ടി ആവശ്യമുള്ളൂ. തേങ്ങാപ്പാലിന് പകരം കുറച്ച് വെള്ളം ഒഴിച്ച് വേണമെങ്കിലും ഇത് വേവിച്ചെടുക്കാം. തേങ്ങാപ്പാലിൽ വേവിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഒഴിച്ചു കൊടുത്ത തേങ്ങാപ്പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് വെന്തെന്ന്. ഇത് വെന്തോന്ന് നോക്കാൻ വേണ്ടി ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് മുറിച്ച് നോക്കിയാലും മതി. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. വൻപയർ ഇവിടെ വേവിച്ച് വന്നപ്പോൾ 1 കപ്പുണ്ട്. ഇതിൻ്റെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് വൻപയറാണ് ചേർക്കുന്നത്. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ബാക്കി 2-ാം പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് തിളപ്പിക്കാം. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കൂട്ട് തിളച്ച് വരുമ്പോൾ ഏറ്റവും കുറഞ്ഞ തീയിലിട്ട് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ തീയിൽ തന്നെ ഒരു 2 മിനിറ്റ് കൂടി ഇത് വയ്ക്കുന്നുണ്ട്. 1-ാം പാല് ചേർത്തതിന് ശേഷം ഇതൊരിക്കലും തിളയ്ക്കരുത്. നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഈ സമയത്ത് ഉപ്പ് ആവശ്യമാണെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഓലന് ശരിക്കുള്ള മണവും ടേസ്റ്റും കിട്ടുന്നത്. ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുന്ന സമയമാകുമ്പോഴേക്ക് ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും. കുമ്പളങ്ങ ഉപയോഗിച്ചുണ്ടാക്കുന്നതിനേക്കാൾ വളരെയധികം ടേസ്റ്റാണ് ചുരക്ക ഉപയോഗിച്ചുണ്ടാക്കുന്ന ഓലന്. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അതും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കിയെങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.